മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് UDF മുക്കം മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്. നഗരസഭയ്ക്ക് കീഴിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പുതുതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് UDF മുക്കം മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രധാന കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മുക്കം നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പുതുതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. മുദ്രാവാക്യവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷങ്ങൾക്ക് ഇടയാക്കി. തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കാസിം ഉദ്ഘാടനം ചെയ്തു. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ചെന്ന് പറയുന്ന ഐസൊലേഷൻ കെട്ടിടത്തിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്നും സംസ്ഥാനത്ത് പുതുതായി നിർമ്മിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടങ്ങൾ ബലപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി കോവിഡ് വന്നില്ലെങ്കിൽ കൂടി പിന്നീടെങ്കിലും ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ഭൗതിക സാഹചര്യത്തിന് പശ്ചാത്തല വികസനത്തിന് ഇവിടെ വരുന്ന നൂറുകണക്കിന് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ഏതെങ്കിലും രൂപത്തിൽ അതൊരു സഹായമാകുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പൊ ഇവിടെ രോഗികൾ വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ കാര്യം പ്രവേശനം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. കാരണം അവിടെ പ്രവേശനം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഉള്ള സാധനങ്ങൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നൊക്കെ ദാനം പൊളിഞ്ഞു വീണിട്ട് അവിടെ പനിയുമായിട്ട് വന്നവനെ ICUവിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുമായിരുന്നു. കാരണം ആ രൂപത്തിലാണ് ഈ ഐസൊലേഷൻ വാർഡിന്റെ അവസ്ഥ. ഐസൊലേഷൻ വാർഡിലേക്ക് പോയി നമ്മളൊരു പനിയോ ജലദോഷമായി അവിടെ പോയി നിന്ന് വെയിറ്റിംഗ് റൂമായി പോലും ഉപയോഗിച്ചാൽ അവിടെ ഐസൊലേഷൻ വാർഡ് പൊളിഞ്ഞു വീണ് തലയിൽ പൊട്ടി തകർന്ന് മെഡിക്കൽ കോളേജിൽ ICUവിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്ന രൂപത്തിലാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 16-ന് മുഖ്യമന്ത്രി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ സീലിംഗ് ആണ് തകർന്നു വീണത്. കെട്ടിടത്തിന്റെ മുൻവശത്തെ 3 മീറ്ററിലധികം നീളം വരുന്ന സീലിംഗ് ആണ് കഴിഞ്ഞ ദിവസം തകർന്നത്. കേരള സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,75,00,000 രൂപ ചിലവഴിച്ചാണ് മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനോട് ചേർന്ന് ഐസൊലേഷൻ വാർഡിനായി കെട്ടിടം നിർമ്മിച്ചത്. 10 പേർക്ക് ഐസൊലേഷനിൽ കഴിയാൻ പറ്റുന്ന രീതിയിൽ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് വാർഡ് തയ്യാറാക്കിയത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കാത്ത നെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. AM അബൂബക്കർ, മധു മാസ്റ്റർ, വേണു കല്ലുരുട്ടി, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.